രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. രാമായണ വിചാര പരമ്പരയിൽ നമ്മൾ കണ്ടത് സുന്ദരകാന്ഡം വരെയുള്ള ഭാഗമാണ്. സമ്പാദിവാക്യത്തെ തുടർന്ന് സമുദ്രലംഘനത്തെക്കുറിച്ച് കവികൾ ചിന്തിക്കുന്നു. ആർക്കൊക്കെ എത്രയൊക്കെ ചാടാമെന്നൊരു കണക്കെടുക്കുന്നു. ആർക്കാ ചാടാൻ പറ്റുകയെന്ന് കണ്ടുപിടിക്കാൻ അവർ പ്രയോഗിച്ച സൂത്രം അത്. 100 യോജന അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് പോകാൻ പറ്റിയ അയാൾ തന്നെയാണത്. വേറെ മാർഗ്ഗമൊന്നുമില്ല, ഉപകരണമൊന്നുമില്ല കണ്ടുപിടിക്കാൻ. അത് ജാമ്പവാനടക്കം അങ്ങോട്ട് ചാടാനേ പറ്റൂ, ഇങ്ങോട്ട് ചാടാൻ പറ്റിയില്ല. ഒന്നും പറയാതെ ഹനുമാൻ ഇരുന്നു. അപ്പോൾ മനസ്സിലാക്കിയവർ ഏകദേശം ഹനുമാൻ ആവണം. അതിന് വ്യക്തമായിട്ടൊരു കാരണമുള്ളത് എന്താ ചോദിച്ചാൽ, ഭഗവാൻ അങ്കുലീയം കൊടുത്തത് ഹനുമാൻ്റെ കയ്യിലാണ്. അതും ഒരു തെളിവായിട്ട് അവർ കണ്ടെത്തി. അവർക്ക് നല്ല ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഔചിത്യമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് ഹനുമാൻ്റെ കയ്യിൽ ഇത് കൊടുത്തത്? അതുകൊണ്ട് ഹനുമാൻ ജാമ്പവാൻ പ്രശംസിച്ചു. ഒരാൾ പ്രശംസിച്ചാലേ തൻ്റെ ശക്തിയെക്കുറിച്ച് അറിവുണ്ടാവുള്ളൂ എന്നൊരു ഒരു പ്രത്യേക ശാപഘട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരീരമൊക്കെയാണ് വലുതാക്കി മഹേന്ദ്രപർവ്വതത്തിൽ അലറി വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പം പറയണ കഥയമമ കഥകൾ അതിസാദരം കാക്കുസ്തലീലകൾ കേട്ടാൽ മതിവരാ. ഈശ്വര കഥകളുണ്ടോ പറഞ്ഞാൽ മതിയാവുന്നു ഭക്തന്മാർക്ക്. അതിങ്ങനെ കേട്ടിരിക്കുക. രാമകഥാമൃതം അതിന് തുല്യമായിട്ട് ഈ ലോകത്തിൽ വേറെ എന്താണുള്ളത്? എന്താണ്? ലവണജലനിധിശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണനളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. ഏറ്റവും നല്ല കാണ്ഡമാണ് അത്രയും സുന്ദരകാന്ഡം. എന്താണെന്ന് വെച്ചാൽ സുന്ദരമായ കാണ്ഡം. അതെന്താ? രാമനും സീതയും വളരെയേറെ ദുഃഖിച്ച്, ഇതിലധികം ദുഃഖിക്കാനില്ല, അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ അതിന് ആശ്വാസം ഈ കാണ്ഡത്തിലാണ് കണ്ടെത്തുന്നത്. സീതയെ കണ്ടു. സീതയ്ക്ക് വളരെ ആശ്വാസമായി, ഞാൻ രാമദൂതനാണ്. പിന്നെ ഈ എന്നെ പോലെയുള്ള വാനരന്മാർ 60 കോടി ഉണ്ട് എന്നൊക്കെ പറയണം. അതിശക്തന്മാർ, രാവണനെ തട്ടി നിരത്തി കുഴിച്ചു മൂടാനും മറ്റും കഴിവുള്ളവരാണ്. അതുകൊണ്ട് ദേവി പേടിക്കൊന്നും വേണ്ട. സീതയെ ഭഗവതിയെ കണ്ടുകിട്ടുക വേണ്ടു. ബാക്കി ഉറപ്പായി രാമവിജയവും രാവണ പരാജയവും. ഒന്നുകൊണ്ടും ദേവി പേടിക്കണ്ട, ഞാൻ എന്താ വാക്ക് തരണമെന്നാണ് ഹനുമാൻ പറയണത്. ഞങ്ങൾക്ക് വിട്ടു തരൂ, ഞങ്ങൾ ശരിയാക്കി തരാം രാവണൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സീതയ്ക്കോ ആശ്വാസമായി. അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം ആശ്വാസമുള്ള ഒരേ ഒരു നിമിഷം ഈ മാരുതിയെ കണ്ടപ്പോഴാണ്. അതുവരെ വെട്ടി തന്നെ കഷ്ണാക്കുന്ന രാക്ഷസികൾ പറയണു. ആലോചിച്ചു. ജനകമഹാരാജാവിൻ്റെ പുത്രി, ശ്രീരാമചന്ദ്രൻ്റെ പത്നി, കൗസല്യയുടെ പുത്രവധു, എങ്ങനെ കഴിയേണ്ട ആളാണ്? വെട്ടി തന്നെ കഷ്ണാക്കി ഞങ്ങൾ പ്രാതലിന് പ്രഭാത ഭക്ഷണമാക്കുമെന്ന് കേട്ട് ദുഃഖത്തിനൊരാശ്വാസം കണ്ട കാണ്ഡമാണ് സുന്ദരകാന്ഡം. തിരിച്ചു വന്നപ്പോൾ രാമനോ മരിക്കാൻ വരെ രണ്ടാളും തീരുമാനിച്ചതാണ്. സീത മരിക്കാൻ തീരുമാനിച്ചു എന്ന് വാൽമീകി രാമായണത്തിൽ ഒരുപാട് ആവർത്തിച്ച് വരണം. ഞാൻ മരിക്കുകയാണ്, ആരാണ് എനിക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരിക? അപ്പം അയാളാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. മരിക്കണം, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ രാവണൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയുമില്ല. ഉറപ്പായി സീതയ്ക്ക് മരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആശ്വാസവാക്കുമായി ദൂതനായ മാരുതി വന്നു. അപ്പോൾ വലിയ ഒരു ദുഃഖത്തിൻ്റെ അറ്റം കണ്ട കാണ്ഡമാണ് സുന്ദരകാന്ഡം. ഹനുമാന് പ്രാധാന്യമുള്ള കാണ്ഡമാണ് സുന്ദരകാന്ഡം. ചെറിയ കാണ്ഡമാണ് സുന്ദരകാന്ഡം. അതിൽ മാത്രമേ ശ്ലതകാകളി വൃത്തം പ്രയോഗിച്ചിട്ടുള്ളൂ, ബാക്കി എവിടെയില്ല. നോക്കിയോ? അപ്പം അതിനെന്തൊക്കെയോ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കാര്യസാധ്യത്തിനും
വളരെ കാലമായിട്ട് നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തീരാനും ഈ സുന്ദരകാന്ഡം മലയാളം അറിയണവർ മലയാളം വായിച്ചാൽ മതി. നമുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് അതായത് നന്ന് വാക്കുകളുടെ ശക്തി ഉണ്ടാവും, മന്ത്രം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് വായിച്ചാലും മതി എന്നാണ് പറയുക. ദിവസവും സുന്ദരകാന്ഡം ഒരുപാടായി വായിച്ച് നടത്തുന്ന അമ്പലങ്ങൾ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. എൻ്റെ ഒരുപാട് റേറ്റ് അപ്പോൾ കാര്യസാധ്യം, ഉദ്യോഗം കിട്ടി വിവാഹം കഴിയുക, കാര്യ തടസ്സങ്ങൾ നീങ്ങുക ഒക്കെ ചെയ്യാൻ സുന്ദരകാന്ഡ പാരായണം, സുന്ദരകാന്ഡ ശ്രവണം വളരെ നല്ലത്. അതുകൊണ്ടൊക്കെയാണ് സുന്ദരകാന്ഡം എന്ന് പറയണത്. അങ്ങനെ മാരുതി സമുദ്രലംഘത്തിന് ഒരുങ്ങി കവി വരരോട് അമിത ബലസഹിതം അരുൾ ചെയ്തിതു കണ്ടുകൊള്ളുവിൻ നിങ്ങൾ എങ്കിൽ എല്ലാവരും മമ ജനകസദൃശനഹം അതിചബലമമ്പരേ മാനേന പോകുന്നിതാശരേശാലേ. എൻ്റെ അച്ഛനായിട്ടുള്ള വായുവിൻ്റെ പുത്രനാണ്, അതാണല്ലോ മമ എന്ന് അങ്ങനെ പറയാൻ. ജനക സദൃശൻ, വായു എല്ലായിടത്തും എത്തും, സമുദ്രം അങ്ങനെ വല്ലതും ഉണ്ടോ വായുവിന്? അതുപോലെ എങ്ങനെ വായു എത്തിപ്പെടുമോ അതുപോലെ ഞാൻ എത്തിപ്പെടാൻ പോവുകയാണ്. വായുവിൻ്റെ പുത്രനാണ് ഹനുമാൻ. കേസരി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വളർത്തിയതാണ്, അതാണ് കേസരി നന്ദനൻ എന്നും പറയും. ശംഭസാധനനെ വധിച്ചു എന്നും ഒക്കെയാണ് ഹനുമാൻ്റെ ചില ലീലകളെ പറ്റി പറയണത്. ശിവപുത്രനാണ് എന്നും പറയും. ശിവൻ്റെ ബീജം വായു അഞ്ജനി എന്ന അപ്സരസിൻ്റെ ഗർഭത്തിൽ നിക്ഷേപിച്ചതുകൊണ്ടാണ് വായുവിന് അച്ഛൻ്റെ സ്ഥാനം. ശരിക്കും ബീജം ശിവൻ്റെയാണ്. ശിവപുത്രനാണ് ഹനുമാൻ. സത്യത്തിൽ പറയാൻ വെച്ചാൽ അങ്ങനെ ബീജം നോക്കുക വെച്ചാൽ, പക്ഷേ വായുവാണ് അത് അഞ്ജനി ഗർഭത്തിൽ എത്തിച്ചത്. അപ്പോൾ അച്ഛൻ്റെ ഒരു സ്ഥാനം വായുവിനുണ്ട്, ഗർഭത്തിലെത്തിച്ചവർക്ക് അച്ഛൻ്റെ സ്ഥാനമുണ്ട്. പിന്നെയോ വളർത്തിയത് കേസരിയാണ്. അതാണ് 3 അച്ഛൻ്റെ പേര് നമ്മൾ മാറി മാറി കേൾക്കും. കേസരി നന്ദനൻ, അഞ്ജനാനന്ദനൻ, അത് പിന്നെ അമ്മയാണ്. അതുപോലെ തന്നെ വായുപുത്രൻ, ശിവപുത്രൻ, 3ഉം ശരിയാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ പോകുന്നത് പോലെ, അച്ഛൻ വായു എല്ലാ ദിക്കിലും എത്തൂലോ, പോയി ആ സീതയെ ഞാൻ കാണും. അദ്ദൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോട് വിരവിലോട് അറിയിപ്പന്നിങ് അദ്യ കൃതാർത്ഥനായി കൃതാർത്ഥോസ്മ്യകം. ഭാവിയിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാവുക. അതിപ്പം തന്നെ പറയുക, സീതാദേവിയെ കണ്ടു, ഞാൻ കൃതാർത്ഥനായി എന്ന് അധികം താമസിയാതെ രാമപത്നിയെ കണ്ട് എൻ്റെ സ്വാമിയായിട്ടുള്ള രാമനെ ഞാൻ അറിയിക്കും. പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ പ്രണത ജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവൊടു കടക്കുമ ജന്മനാക്കിം പുനഃതസ്യ ദൂതോസ്മ്യകം. റേഷനായിരിക്കുന്ന രാമനാമം ജപിച്ചവർ ഈ ലോകത്തിൽ പ്രാണപ്രയാണകാലേ, ജീവൻ പോണ സമയത്ത് രാമ 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 എന്നൊന്നങ്ങനെ ജപിച്ചാൽ ജനനമരണങ്ങൾ ആകുന്ന സംസാരത്തെ അവർ കടന്നു. പിന്നെ അവർക്ക് ജനിക്കേണ്ട, മരിക്കേണ്ട, ജന്മം മൂലമുള്ള ദുഃഖങ്ങളും അനുഭവിക്കേണ്ട. അപ്പം അത്രയും വലിയ കാര്യം, ഏറ്റവും വലിയ സാഗരം സംസാരസാഗരമാണ്. അത് കടക്കാം എങ്കിൽ പിന്നെയാണോ ഈ ഉപ്പുവെള്ളം കടക്കാൻ പ്രയാസം? ഈ സമുദ്രം നിഷ്പ്രയാസം ഞാൻ കടക്കും. ജന്മനാക്കിം പുനഃതസ്യ ദൂതോസ്മ്യകം. ഹനുമാൻ്റെ ആത്മവിശ്വാസമാണ്. പിന്നെന്താ കാരണം? തസ്യാങ്കുലീയവും ഉണ്ടോ ശിരസിമേ. രാമനാമാങ്കിതമായിട്ടുള്ള മോതിരം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സാധിച്ചിരിക്കും. കിമപിനഹി ഭയം ഉദതി സപതി തരിതും നിങ്ങൾക്ക് ഈശ പ്രവരരേ കേതിയായി കേതുമേ. ആരും ദുഃഖിക്കേണ്ട. എന്താ കാരണം? സീതയെ കണ്ടിട്ടില്ലെങ്കിൽ ഒരൊറ്റൊന്നും ജീവനോടിരിക്കില്ല. അവരുടെ ജീവൻ്റെ പ്രശ്നമായിട്ടാണ് അപ്പോൾ മാറിയിരിക്കണം. സ്വാമിയെ പ്രീതിപ്പെടുത്തി സീതയെ കാണുന്ന അപ്പുറം അവർക്കൊരു ഗുണം കൂടിയുണ്ട്, ജീവനാണ് പോണത് കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അവരുടെ ജീവൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്കിനി മരണമില്ല, നമുക്ക് പരാജയവുമില്ല, രണ്ടുമില്ല. കീശപ്രവരരെ ഖേദിയായ കേതുമേ, സമാധാനിപ്പിൻ. ഇതി പവനതനയൻ ഉര ചെയ്തു വാലും നിജമേറ്റം ഉയർത്തിപ്പരത്തി കരങ്ങളും മതിവിലകളതലവും ആർജവം ആക്കി ആകുഞ്ചിതാംഘ്രിയായി ഊർധനയനായി. എത്ര ശാസ്ത്രീയമായിട്ടറിയോ ഈ ആകാശത്തു കൂടെ പാരച്യൂട്ടിലിറങ്ങുമ്പോൾ ചില ശീലങ്ങൾ വേണത്രേ. കണ്ണടയ്ക്കണം, അല്ലെങ്കിൽ ദൃഷ്ടി മറിഞ്ഞ് മൊത്തം അബദ്ധവും. കാല് കൂട്ടി പിടിക്കണം, അല്ലെങ്കിൽ കാല് രണ്ടു പുറത്തേക്കാണ്ട് പോയാൽ
കാല് മുറിഞ്ഞു പോവുക വരെ ഉണ്ടാവും എന്നാണ്. അപ്പോൾ കാല് കൂട്ടി കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ വേണം പാരച്യൂട്ടിൽ നിന്ന് ഇറങ്ങാൻ. അതുപോലെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കണ്ണടയ്ക്കുക, കാല് വളരെ കൂട്ടിപ്പിടിക്കുക, ദക്ഷിണ ദിക്കു മഹാലോക്യ ചാടിയിടിനാൻ. വാൽമീരാമായണത്തിലൊക്കെ എത്രയോ പറയും. ഈ ട്രെയിനൊക്കെ അങ്ങനെ പോണ സമയത്ത് ഒരുപാട് കടലാസും ചപ്പിച്ചവറൊക്കെ ആ ട്രെയിനിൻ്റെ പിന്നാലെ അങ്ങനെ പോവില്ലേ കുറച്ച് ദൂരം. എന്ന പോലെ വൃക്ഷങ്ങൾ കടപുഴങ്ങിയിട്ടത്രേ ഹനുമാൻ പോയതിൻ്റെ പിന്നാലെ പാറിപ്പറന്ന് പോയത്. ആ മാതിരി സത്വം ആണ് പോയിരിക്കണം. അങ്ങനത്തെ രൂപം എടുത്തിട്ടാണ് ചാടിയേ. ചെറിയ രൂപം കൊണ്ട് സമുദ്രം ചാടാൻ പറ്റുമോ? എന്നാൽ അതിൽ വീഴും അത്ര തന്നെ. അപ്പോൾ ആ മാതിരി ശക്തിയുണ്ട്. ശക്തമായി ചാടിയത് കൊണ്ട് പർവ്വതങ്ങൾ ഒക്കെ ഇളകി മറിഞ്ഞു, വൃക്ഷങ്ങളൊക്കെ കടപുഴകി. പല വൃക്ഷങ്ങളും ചപ്പ് ചവറ് പോകണ പോലെ ഹനുമാൻ്റെ കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പറന്നു. ചില്ലറ സംഗതിയൊന്നുമല്ല ഉണ്ടായിരിക്കണമെന്നർത്ഥം. ഏതായാലും വന്നും കൊണ്ടിങ്ങനെ പോയതായിട്ട സമയത്ത് സുരസ ആദ്യമായിട്ട് എതിർത്തു. ദേവന്മാർ പരീക്ഷണാർത്ഥം അവർക്ക് ധൃതിയായി. ഹനുമാൻ ഇപ്പോൾ ഇത് നടത്തുമോ ഇല്ലയോ എന്ന് അറിയാണ്ട് കഴിഞ്ഞിട്ടറിഞ്ഞാൽ മതി പോരെ. അത് ധൃതിയാണ്. ഇത് നടത്തുമോ ഇപ്പോൾ ഹനുമാൻ എന്ന് അറിയാനൊരു ടെസ്റ്റ് നടത്തി. അതുകൊണ്ട് വേഗം സുരസയെ അയച്ചു. സുരസയെ കടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹനുമാൻ അവിടെ എത്തും, അല്ലെങ്കിൽ സാധിക്കാത്തത് തന്നെ എന്ന് ടെസ്റ്റായിട്ടാണ് അത്രേ കണ്ടത്. അഖില ജഗദധിപൻ അമരഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്നു കണ്ട് ദേവാശോവാ വരുന്നതുമുണ്ടുതാൻ. തപപതന കുഹരം അതിൽ അപഗതഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്ന് പൊക്കിയിടുവാൻ തുരസേ. ഞാൻ എൻ്റെ സ്വാമിയുടെ രാമശാസനത്താൽ അങ്ങോട്ട് പോവുകയാണ്. ദയവായിട്ട് എന്നെ ഇപ്പോൾ നീ ശല്യം ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ നിനക്ക് ഭക്ഷണമായി തീരാൻ. എനിക്കെന്നാലും വിരോധമൊന്നുമില്ല. എനിക്ക് എൻ്റെ ശരീരത്തിലോ ജന്മത്തിലോ അല്ല താല്പര്യം. എൻ്റെ സ്വാമിയുടെ ആ ദൗത്യം എനിക്ക് നിർവഹിക്കണം. ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. ദയവായിട്ട് എൻ്റെ വഴി തടയാതെ എനിക്ക് മാർഗത്തെ തരൂ. സുരത പറഞ്ഞു, ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ മനത്തി തപസുദൃഢം ഇത് യതി തപതി സാദരം വാ പിളർന്നിടെന്നു മാരുതി ചൊല്ലിനാൻ. ഉറപ്പാണ് എനിക്ക് വഴി തരില്ല എന്നുണ്ടെങ്കിൽ നീ വായ തുറക്ക്, ബാക്കി നമുക്ക് പിന്നെ കാണാമെന്നായി ഹനുമാൻ. വായ തുറക്ക്. വായ ഒരു 20 യോജന 10 യോജന 30 യോജന എന്നും പറഞ്ഞിങ്ങനെ വലുതാക്കുക. 10 യോജന ഒരുത്ത തുറന്നാൽ 20 യോജന ശരീരം ആക്കിയിട്ട് അവിടെ മാറും. 20 ആക്കിയാൽ കാണാം ഇവിടെ 30 ആവണം. ഇങ്ങനെ 70-90 യോജന വരെ ആ സുരസ വായ വലുതാക്കി. അതിനുള്ളൊരു കഴിവുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നാണ് ബ്രഹ്മാവ് കൊടുത്ത വരാ. ഹനുമാൻ തൻ്റെ ശരീരവും അതിനെ കോണാണ്ട് വലുതാക്കി. ഇപ്പം തോന്നി ഇങ്ങനെ പോയാൽ അതിന് അറ്റല്ലല്ലോ, ഇനി റിവേഴ്സ് ഡയറക്ഷനിൽ ഒന്നെടുത്താലോ. 90 യോജന വായ തുറന്നപ്പോൾ തൻ്റെ ശരീരം പെട്ടെന്ന് അങ്ങോട്ട് ചെറുതാക്കി. ഇനി അങ്ങനെ നോക്കുക, രണ്ടിനും പറ്റും. അണിമ മഹിമ ലഹിമ ഒക്കെ സിദ്ധിൻ്റെ ശരീരം വലുതാക്കാനുള്ള കഴിവ്, ശരീരം ചെറുതാക്കാനുള്ള കഴിവ്. ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിലേക്ക് ചുരുങ്ങണുണ്ട് ഹനുമാൻ. ഇത് സുരസ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് സുരസയുടെ വായിലേക്കാണ് പ്രവേശിച്ചു. പിന്നാപ്പുറത്ത് കൂടാണ്ട് പോന്നു. തോക്കിൻ്റെ ഉണ്ട പോരണ പോലെ ഒരു പ്രയാസവും ഹനുമാൻ ഉണ്ടായില്ല. മനസ്സിലാക്കി ഇവൻ അപാരനാണ്, സാധാരണക്കാരനല്ല. ശുണ്സുമകി സുര സുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിക ശരണ സരസജയുകളമേവ തേശാം ദേ ശരണ്യേ നമോസ്തേ നമോസ്തുതേ. അപ്പോഴും ശരണ്യോട് വേണ്ടാത്തൊന്നും പറഞ്ഞില്ല. സുരസയോട് അണക്ക് നമസ്കാരം നല്ലത് വഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ചില ആൾക്കാർ ദേവന്മാർ എങ്ങനെയെങ്കിലും മൈനാകത്തിനെ കൊണ്ട് സൽക്കരിച്ചിട്ട് ഈ യാത്രയിലൊരു തടസ്സം തെറ്റിച്ചാൽ, തടസ്സം കൊണ്ട് പിന്നെ പ്രലോഭനം കൊണ്ട്, 2 കാര്യം കൊണ്ടാണ് ആത്മീയത്തിലായാലും ജീവിതത്തിലെ ഏത് നേട്ടത്തിനായാലും നമുക്ക് അതിന് വിഘ്നം വരിക എന്നാണ്. ഒന്ന് പ്രലോഭനം, എന്നൊന്ന് ഭീഷണി അല്ലെങ്കിൽ തടസ്സം. ഈ 2 കൊണ്ട്. തടസ്സം ഇവിടെ വലിച്ചില്ല, നീ പ്രലോഭനം നോക്കിയാലോ. നല്ല കാര്യത്തിനെ തടുക്കണവർ ഏത് കാലത്തും ഉണ്ടാവും. ജലനിധിയും അചലവരനോട് ചൊല്ലിയിടിനാൻ ചെന്നു നീ സൽക്കരി കേണങ്കബീന്ദ്രനെ.
കൽക്കാരങ്ങൾ ഒക്കെ കൊടുത്ത് സുഖമായിട്ട് ഇവിടെ കൂടുകയാണെച്ചാൽ ദൗത്യം നിർവഹിക്കപ്പെടില്ല. തൻ്റെ ലക്ഷ്യത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട് ഹനുമാന് എന്ന് ചിന്തിക്കാൻ മൈനാകം ഈ സാഗരൻ്റെ ഒരു പുത്രൻ്റെ സ്ഥാനമാണ്. ധാരാളം പഴങ്ങൾ, വെള്ളം മുതലായിട്ട് നൽകി ഹനുമാനെ സ്വീകരിക്കാൻ വേണ്ടി, സൽക്കരിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. സരില്ല നിധി സമയക്കാൽ വന്നു ഞാൻ, സാധവും ദാഹവും തീർത്തു പോയിക്കൊള്ളിടൂ, അമൃതസമജലവും മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. പഴങ്ങളുണ്ട്, തണുത്ത ജലമുണ്ട്, മധുരമുണ്ട്, പക്വതയുള്ള പഴങ്ങൾ എല്ലാം ഭക്ഷിച്ചുമെല്ലാം പോവാം, ദാ ധൃതി എന്നൊക്കെയാണ് പറഞ്ഞു. അലമലം ഇതരുതരുത രാമകാര്യാർത്ഥമാശു പോകും വിധോ പാർക്കരുതെങ്ങുമേ. പ്രധാനപ്പെട്ട കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ ആ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്തും പാടൂന്നാണ് പൊതുവേ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമം. അപ്പോൾ ഗുരുവായൂർ തൊഴുകാൻ പോയി ഇതൊക്കെ ദോശയൊക്കെ കഴിക്കുക, അലച്ച സാധനങ്ങൾ പർച്ചേസൊക്കെ വാങ്ങിയിട്ട് സൗകര്യം കിട്ടിയാൽ തൊഴുകാം, അങ്ങനെ വയ്ക്കുക. ആദ്യം പോയിട്ട് ക്യൂവിൽ നിന്ന് തൊഴുകും അല്ലേ? ക്യൂവിൽ നിന്ന് തൊഴുകൽ കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണ് വേണ്ടത്? അപ്പോൾ പ്രധാന കാര്യത്തിന് അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പോഴാണ് അത്ര അതിൻ്റെ ശരിക്കുള്ള ഫലം ഉണ്ടാവുള്ളൂ. ആദ്യം കഴിയേണ്ടത് ആദ്യം കഴിയണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ രാമകാര്യാർത്ഥം പോവുകയാണ്, അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുക, അന്നത്തെ ഭാഷയെ പറയാച്ചാൽ അതിലിടയ്ക്ക് ഹോട്ടലിൽ കയറുക, ഒന്നും ചെയ്യാൻ പാടില്ല. ആ കാര്യത്തിന് വിഘ്നമാവുന്നതാണ് പണ്ടത്തെ ഒരു വിശ്വാസം ഉണ്ടത്. പെരുവഴി അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കെന്നുള്ളതും അനുചിതമിതറിക, രഘുകുലതിലക കാര്യങ്ങളൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. രഘുകുല നായകനായിട്ടുള്ള ഭഗവാന്റെ ആദൗത്യത്തിന് പോകുന്നതിൽ ഇടയ്ക്ക് ഞാൻ വേറൊന്ന് ഭാവിക്കുക സാധിക്കില്ല, കൊണ്ട് എൻ്റെ സൽക്കാരം ഞാൻ സ്വീകരിച്ചിരിക്കണു, തള്ളണില്ല. ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം, പക്ഷേ ഞാൻ സമയം കളയാൻ എനിക്ക് ഇല്ല. പണ്ട് ഈ ചിറകുകളുണ്ടായിരുന്നു പർവ്വതത്തിനൊക്കെ എന്നാണ്. അപ്പം ഇത് വലിയ ശല്യമായി, പല ദിക്കിലും പർവ്വതങ്ങൾ പറന്ന് വീഴുക, മേല് വീഴുക, വീട് തകരുക. അപ്പം ദേവേന്ദ്രൻ ഇതൊക്കെ ഛേദിച്ചു ഈ ചിറകുകൾ എന്നാണ് ഒരു കഥ ഐതിഹ്യം. വേറെ അർത്ഥങ്ങളുണ്ടാവും ഇതിനെ, പർവ്വതത്തിന് ചിറക് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥങ്ങളുണ്ടാവാം. അപ്പോൾ ഈ മൈനാകം പേടിച്ചു, വജ്രായുധമാണ് വരുന്നത്, അതിനെ ആർക്കാ പേടിയില്ലാണ്ടിരിക്കുക. അങ്ങനെ ഈ സമുദ്രത്തിൽ അഭയം തേടി നിൽക്കുകയാണ് മൈനാകം. ഇന്ദ്രനെ പേടിച്ച് ഈ പർവ്വതത്തിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ മൈനാകത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ചില്ല. ഇനി അടുത്ത രംഗം ആരുടെയാണ്? ഛായാഗ്രഹിണി എന്ന് പറഞ്ഞിട്ടൊരു നിഴൽ, ഛായ, സിംഹിക. ഇവളെങ്ങനെയാ വെച്ചാൽ ഈ നിഴൽ നോക്കിയിട്ട് ഒരാളെ തടയുന്നതാണ്, ആളെ കാണുന്നതില്ല, നിഴലിൽ പിടിച്ച്. ഛായാഗ്രാഹി എന്നാ പറയുക, ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ പോലെ. ഈ നിഴൽ കണ്ടിട്ട് ആളെ അബദ്ധത്തിലാക്കാൻ കഴിവുണ്ട്, ആളെ ശരിക്കും കാണണമെന്നില്ല. കാരണം ഛായാഗ്രാഹി. സന്തതം വാണഴും ഛായാഗ്രഹണിയും ശരിതധിപൻ ഉപരി പരിചൊടു പോകുന്നവൻ തൻ നിഴൽ ആശു പിടിച്ചു നിർത്തിയിടിനാൾ. അവൾക്ക് നിഴലേ വേണ്ടു, ആളെ വേണ്ട. ആ പിടിച്ചവിടെ നിർത്തി. നിഴൽ തുടങ്ങപ്പോൾ ഈ ഹനുമാന് മുന്നോട്ട് പോകാനൊരു വിഷമം. അത് പൊഴുതു മമഗതി മുടക്കിയത് ആരെന്നെ നന്ദരാ പാർത്തു കീഴ്പോട്ട് നോക്കിയിടണം. എന്നെ ഗതിയെ തടയാൻ ഇനി ആരാ ഇവിടെ ഉള്ളത്? നോക്കിയപ്പോൾ കണ്ടു അതിവിപുല തരഭയകരാംഗിയെ കണ്ടളവ് അംഗ്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. ഒരു ചവിട്ടാണ് കൊടുത്തു, അതോടെ സിംഹികയുടെ പണിയും കഴിഞ്ഞു. നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീജയാം സിംഹികയെ കൊന്നാനന്തരം നീയെ ആരെയും കൊല്ലരുത് ഈ ജീവിതത്തിൽ എന്നങ്ങനെ പറഞ്ഞ അംഗ്രിപ്രകാതേന കാലുകൊണ്ടൊരു ചവിട്ടാണ്, ഒരു തട്ട്. സിംഹികയുടെ കഥയും കഴിഞ്ഞത് എന്താ? അത് ഒരു കാര്യത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ പല തടസ്സം ഉണ്ടാവും. ആ തടസ്സത്തിനെയൊക്കെ വക വയ്ക്കാതെ പിന്മടങ്ങാതെ മുന്നോട്ട് പോകുന്ന കർത്താവ് ആരാണോ അയാളാണ് യഥാർത്ഥ കർത്താവ്. മധ്യമനുണ്ട്, ഉത്തമനുണ്ട്, അധമനുണ്ട്. മധ്യമൻ എങ്ങനെയാണ്? പുറപ്പെടും, എല്ലാറ്റിനും പുറപ്പെടും, വിഘ്നങ്ങൾ കണ്ടിട്ട് മടങ്ങും, അവനാത്രേ മധ്യമൻ. മടങ്ങാത്തവൻ ഉത്തമൻ. അപ്പോൾ അധമനോ? അധമൻ ഒരു കാര്യം തുടങ്ങുകയില്ല. അയ്യേ ഇതൊക്കെ നടക്കാൻ പോണ കാര്യം നിങ്ങളെന്ത് പറയണത്?
വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ച് ഉദ്ദണ്ഡവാദങ്ങൾ ഉന്നയിച്ച് തുടങ്ങില്ല ഒരുവൻ എന്നുണ്ടെങ്കിൽ അവനെ ആധമൻ ആയിട്ടുള്ള കർത്താവ് എന്ന് പറയും. ചാടി പുറപ്പെട്ട് തുടങ്ങി വഴിയിൽ വിഘ്നങ്ങൾ കണ്ട അയ്യോ ഇത് ഇങ്ങനെ വെച്ചാൽ പറ്റില്ല കേട്ടോ, ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നവൻ മധ്യമൻ. ഒരു കാരണവശാലും എന്ത് തിഗ്നം വന്നാലും ലക്ഷ്യം കണ്ടേ പിന്മടങ്ങൂ, കിട്ടിയിട്ടേ പിന്മടങ്ങൂ എന്നുള്ള കർത്താവ്, ഉത്തമനായ കർത്താവാണ് ഹനുമാൻ. അതുകൊണ്ടാണ് അംഘ്രിപാതേന ഒറ്റ ചവിട്ടുകൊണ്ട് ആ ശിംഭികയെ വധിച്ചു, സുരസയെ എതിർത്തു, മൈനാകം വിശ്രമിക്കാൻ പറഞ്ഞു, പ്രലോഭനം അതിൽ വീണില്ല. അങ്ങനെ ദൂരത്ത് നിന്ന് ലങ്ക എങ്ങനെ കാണാണ്, പ്രകൃതി ചപലന മധ്യ ചപലം അചലം മഹൽപ്രാകാരവും മുറിച്ചാകാരവും മറച്ചപനിമകൾ അടി മലരുമകതളിരിൽ ഓർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം. സീതയെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ കാണാനായിട്ട് പറ്റും എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ ലങ്കാലക്ഷ്മി കാവലായിട്ട് നിൽക്കുന്നുണ്ട്. കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായിതാശു ലങ്കാശ്രീയേയും തഥാ. ലങ്കാലക്ഷ്മി ലങ്കാശ്രീ എന്നുള്ള പ്രയോഗമൊക്കെ ഇതിലേ ഉള്ളൂ കേട്ടോ. വാൽമീകി രാമായണത്തിൽ വെറും ലങ്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വെറും ലങ്ക, ലങ്കാദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രീലക്ഷ്മി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ലങ്കയുടെ ശ്രീയായിട്ടുള്ള കാക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയതാണ്. രാവണൻ ചോദിച്ചു, ഇവിടെ വരുവതിനു പറകെന്തുമൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും എന്തേ വന്നുകൂടാ, നീ എങ്ങനെ ഇവിടേക്ക് എത്തി, ആർക്കുമേ വന്നുകൂടാ ഞാനറിയാണ്ട് ഇവിടെ ആരും പോകാൻ പറ്റാത്തതുകൊണ്ട് നീ ആരാണ് എന്നങ്ങനെ പറഞ്ഞു. രാമദൂതനാണ്, പക്ഷേ നീ തിരിച്ചു പോവുകയാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് പറഞ്ഞു. ഒരു ഇടി കൊടുത്തു, കൂടുതൽ ഉപദ്രവിച്ചില്ല, സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുള്ള ഒരു കബിയുടെ അടി കിട്ടുക എന്ന് നിനക്ക് മുക്തി കിട്ടും. മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ്, രാമൻ്റെ ഭക്തനാണ്, സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദളനയനൻ അവനിയിൽ അവതരിക്കും ഉൾക്കാരണ്യമോട്ട അഷ്ടവിംശതി പര്യേ. 28ാമത്തെ മന്വന്തര കാലമാണല്ലോ. അന്ന് ഒരു വാമദൂതനെ നിനക്ക് കാണാനായിട്ട് തരാം, അന്ന് നിൻ്റെ ദുരിതങ്ങളൊക്കെ തീരും. ആ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ മഹാത്മാവാണ് അങ്ങ് എന്ന് മഹാമതേ ഞാൻ മനസ്സിലാക്കുന്നു, അപരാധം ക്ഷമിക്കണേ, ഇതിങ്ങനെ ഇന്ന വിധത്തിൽ പോയാൽ അങ്ങക്ക് ലങ്ക കാണാം. അതിൽ ലങ്കയിലേക്കുള്ള വഴി ലങ്കാമാശു മുഴുവനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ആ വഴിമാർഗം പറഞ്ഞു കൊടുത്ത് പിന്നെ സഹകരിക്കുക ചെയ്ത്. അതുകൊണ്ട് അവൾക്ക് കൂടുതൽ കുഴപ്പമൊന്നും പറ്റിയില്ല, അല്ലച്ചാൽ വിവരം അറിഞ്ഞിരുന്നു, വരുമാനം അവളെ ശരിയാക്കിയിരുന്നു. അതുകൊണ്ട് പിന്നെ മനസ്സിലാക്കി ഇത് ചില്ലറക്കാരനല്ല എന്നതുകൊണ്ട് മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ലങ്കയിലേക്ക് ഹനുമാനാണ്ട് പോയി. ഇവളവിടെ മിണ്ടാതെ നിൽക്കുകയും ചെയ്തു. ഓരും പറഞ്ഞ് അസ്തുതേ സ്വത്തിരിത്യുത്തമോത്തം സമേ ലഘു മധുരഭജനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. മലർമങ്കയായിട്ട് ലങ്കാലക്ഷ്മി അവിടുന്നാണ് മാറുകയാണ്. അങ്ങനെ ലങ്ക മുഴുവനെ പരതി തെരഞ്ഞ് സീതാദേവിയെ കാണുന്ന രംഗം, സീതാദർശന രംഗം. ഹനുമാൻ ഇവിടെ എത്തിയതൊക്കെ രാമൻ്റെ വലതുവശം തുടിച്ചു. പുരുഷന്മാർക്ക് വലതുവശം തുടിക്കുന്നത് നല്ലതാണ്, ഇടതുവശം തുടിക്കുന്നത് കഷ്ടകാലമാണ്. സ്ത്രീകൾക്ക് നേരെ തിരിച്ചാണ്. ഇടതുവശം നല്ലതും വലതുവശം ദോഷസൂചകവും ആണ്. ഇവിടെ 3 ആൾക്ക് തുടിച്ചു എന്നാണ് പറയണത്. ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ഇടതുവശം തുടിച്ചു രാവണന് ഇടതുവശം തുടിച്ചു, സീതയ്ക്ക് ഇടതുവശം തുടിച്ചു. രാവണന് നല്ലതുണ്ടാവും, ചീത്തയാണ് ഉണ്ടാവാൻ പോണത്, സീതയ്ക്ക് ശുഭസൂചകമാണ്. അപ്പോൾ സീതയുടെ ഇടതുവശവും രാവണൻ്റെ ഇടതുവശവും തുടിച്ചു, രണ്ടും ഇടതുവശമാണ്. രാമൻ്റെ വലതുവശവും തുടിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും ഈ വിവാഹം കഴിഞ്ഞ് ഇടതുകാല് വെച്ചിട്ട് കയറണം എന്നാണ് എല്ലാവരും തെറ്റിക്കുക. വലതുകാല് വെച്ച് ഇത് എവിടുന്നേ കിട്ടിയതെന്ന് ശരിയില്ല. ശാസ്ത്രീയമായിട്ട് ഇടതുകാല് വെച്ചിട്ടാണ് സ്ത്രീകൾ കയറേണ്ടത്. ബാക്കിയൊക്കെ അങ്ങനെയാണ് വെച്ചാൽ ഇത് മാത്രമേ എങ്ങനെ വലതുകാലായി ആവില്ല, അത് തെറ്റാ. ആരോ എവിടെയോ തെറ്റിച്ചു, ആ തെറ്റ് പിന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും മരുമകളെ വലത്തുകാല് വെച്ച് കയറുക എന്ന് വെച്ചാൽ ഇവിടെ മുഴുവനും നീ കാരണം മുടിയട്ടെ,
നീ കാരണം ഇവിടെ എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടെങ്കിൽ അതൊക്കെ മുടിഞ്ഞു പൊക്കോട്ടെ. അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? ഇടതുകാല് വെച്ച് കയറണം സ്ത്രീകൾ, വലതുകാല് വെച്ച് കയറരുത്. ആണുങ്ങൾ വലതുകാല് വെച്ച് കയറണം. വലതുകാല് വെച്ച് കയറൂ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് സ്ത്രീക്ക് ബാധകമാക്കി എടുത്തു. രണ്ടും രണ്ട് നിലയ്ക്ക് പറഞ്ഞില്ലല്ലോ, രണ്ടും നിലയ്ക്ക് പറയണം. സ്ത്രീയുടെ ഇടത്തുകാലും പുരുഷൻ്റെ വലത്തുകാലും വെച്ചിട്ടാണ് ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറുമ്പോൾ കയറേണ്ടത്. അതാണ് ഇവിടെ സീതയെ ദർശിക്കണു മുതലായിട്ട രംഗങ്ങൾ. പൂർവന്നാമ തപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.